വിദ്യാഭ്യാസ സംബന്ധമായ കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷനുകൾക്കായി തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടിയൊന്ന് എനേബിൾ ചെയ്യുക. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ആദ്യ യൂണിറ്റിലെ രണ്ടാം പാഠം നോക്കാം. पहली इकाई का दूसरा पाठ. ये तो एक टिप्पणी है, कविता पर लिखी गई टिप्पणी. विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी. इसका शीर्षक है हताशा से एक व्यक्ति बैठ गया था. अर्थात निराशा से एक व्यक्ति बैठ गया था. ललितमाकी പറഞ്ഞാൽ एक आदमी या एक मनुष्य निराश होकर बैठा था. अल्पम कूड़ी ललितमाकी പറഞ്ഞാൽ एक निराश व्यक्ति बैठा था. कविता की इस टिप्पणी में लेखक श्री नरेश सक्सेना जानना शब्द की व्याख्या करते हैं. അതായത് അറിയുക എന്ന വാക്കിനെ വ്യാഖ്യാനിക്കുന്നു. ജാന്ന അറിയുക. സാധാരണയായി നമ്മൾ എനിക്ക് അവനെ അറിയാം അല്ലെങ്കിൽ അവളെ അറിയാം, ഹിന്ദി പറയുകയാണെങ്കിൽ മേ ഉസേ ജാൻതാ ഹൂം എന്ന് നമ്മളെല്ലാം പറയുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? അവൻ്റെ അഥവാ അവളുടെ പേര്, അഡ്രസ്സ്, വയസ്സ്, പദവി, ജാതി എന്നിവയെക്കുറിച്ചുള്ള അറിവാണ്. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെക്കുറിച്ചെല്ലാം അറിഞ്ഞു എന്നാണ് നമ്മുടെ ഇക്കാലമത്രയും നമ്മൾ മനസ്സിലാക്കിയ വളരെ പണ്ട് മുതലേയുള്ള നമ്മുടെ വിശ്വാസം. എന്നാൽ അറിയുക എന്ന വാക്കിൻ്റെ പരമ്പരാഗതമായ ഈ അർത്ഥത്തെ പൂർണ്ണമായി മാറ്റിമറിക്കുകയാണ് ഈ കവിത. കവിയുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയെ അറിയുക എന്നത് ഒരു വ്യക്തിയുടെ നിരാശ, നിസ്സഹായത, ബുദ്ധിമുട്ട് എന്നിവയിലൂടെ അറിയുക എന്നതാണ്. ഹിന്ദിയിൽ പറഞ്ഞാൽ ഹമേം കിസി വ്യക്തി കോ ഉസ്കി ഹതാശ, നിരാശ, അസഹായത യാ ഉസ്കെ സംകട്ട് സെ ജാൻനാ ചാഹിയേ. ഈ വാക്യം കാണാപാഠമാക്കാം. ഒരിക്കൽ കൂടി പറയാം. സുപ്രധാന വാക്യമാണ്. ഹമേം കിസി വ്യക്തി കോ ഉസ്കി ഹതാശ, നിരാശ, അസഹായത യാ ഉസ്കെ സംകട്ട് സെ ജാൻനാ ചാഹിയേ. ടിപ്പണിക്ക് മുമ്പായി നമുക്ക് ഈ കവിത വായിക്കാം. പാഠപുസ്തകത്തിലെ പേജ് 15 നോക്കുക. 15-ാം പേജിൽ മേലെ हताशा से एक व्यक्ति बैठ गया था. ब्रैकेट കൊടുത്തു. विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी. അല്പം താഴെ വലതുവശത്തായി കളറിൽ കൊടുത്തത് കണ്ടില്ലേ? അതാണ് കവിത. ആദ്യം നമുക്ക് കവിത നോക്കാം. കവിത കിസ്നെ ലിഖി ഹേ. കിസ്നെ എന്ന് വെച്ചാൽ ആര്? കവിത എഴുതിയത് ആരാണ്? കവിത വിനോദ് കുമാർ ശുക്ലിനെ ലിഖി ഹേ. टिप्पणी किसने लिखी है? टिप्पणी നരേഷ് സക്സേനാനെ ലിഖി ഹെ. രണ്ടുപേരും മധ്യപ്രദേശുകാരാണ്. നരേഷ് സക്സേനയും കവിയാണ്, സിനിമ നാടക പ്രവർത്തകൻ കൂടിയാണ്. വിനോദ് കുമാർ ശുക്ല് കവിക്ക് പുറമെ കഹാനികാർ, ഉപന്യാസക്കാർ, അതായത് കഥാകൃത്തും നോവലിസ്റ്റും കൂടിയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം കേരളത്തിൽ വന്നിരുന്നു, തിരുവനന്തപുരത്ത്. മാതൃഭൂമി പത്രത്തിൻ്റെ ഒരു പരിപാടിയിൽ പുരസ്കാരം സ്വീകരിക്കാൻ 5 ലക്ഷം രൂപയുടെ പുരസ്കാരം. ഞാൻ വെറുതെ പറഞ്ഞെന്ന് മാത്രം. ശരി. ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ. കവിതയുടെ ശീർഷകം തന്നെയാണ് ആദ്യത്തെ വരി. ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ. നിരാശ് ഹോക്കർ ഏക് വ്യക്തി ബൈഠാ ഥ. മലയാളത്തിൽ പറഞ്ഞാൽ നിരാശനായി ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തി കോ മേ നഹി ജാൻതാ ഥ. വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു. ഉസ് നിരാശ് വ്യക്തി കോ കവി നഹി ജാൻതേ ഥേ. ലേക്കിൻ ഹതാശ കോ ജാൻതാ ഥ. ലേക്കിൻ എന്ന് കവിതയിലില്ല, നമ്മളോട് അറിയാതെ പറഞ്ഞു പോവും ലേക്കിൻ എന്ന്. ഉസ് വ്യക്തിക്ക് ഹതാശ യാ നിരാശ കോ ജാൻതാ ഥ. അയാളുടെ നിരാശയെ എനിക്കറിയാമായിരുന്നു. ഇസ്ലിയേ മേ ഉസ് വ്യക്തിക്ക് പാസ് ഗയ. അതുകൊണ്ട് ഞാൻ അയാളുടെ അടുക്കലേക്ക് പോയി. मैंने हाथ बढ़ाया. ഞാൻ കൈനീട്ടി. കവിനെ हाथ बढ़ाया. मेरा हाथ पकड़कर वो खड़ा हुआ. എൻ്റെ കൈ പിടിച്ച് അയാൾ എഴുന്നേറ്റ് നിന്നു. कवि का हाथ पकड़कर वो आदमी खड़ा हुआ.
ഖടാ ഹോന നിൽക്കുക. ഈ ക്രിയ പല കുട്ടികൾക്കും അറിയില്ല. ബേഠ്ന ഇരിക്കുക, ഉഠ്ന എഴുന്നേൽക്കുക, ഖടാ ഹോന നിൽക്കുക എന്നാണ്. ഖടാ ഹുവ എഴുന്നേറ്റ് നിന്നു. കവി കാ ഹാത്ത് പക്കട് കർ വോ ആദ്മി ഖടാ ഹുവ. മുझे वो नहीं जानता था, എന്നെ അയാൾക്ക് അറിയില്ലായിരുന്നു. वो हताश व्यक्ति कवि को नहीं जानता था. मेरे हाथ बढ़ाने को जानता था. എൻ്റെ കൈ നീട്ടൽ അയാൾക്കറിയാമായിരുന്നു. कवि ने क्यों हाथ बढ़ाया? कवि उस व्यक्ति की सहायता करना चाहते थे. ये बात वो हताश व्यक्ति जानता था, इसलिए उसने भी हाथ बढ़ाया. कवि की ओर हाथ बढ़ाया. उसने कवि की सहायता स्वीकार कर ली. हम दोनों साथ चले. ഞങ്ങൾ ഒരുമിച്ച് നടന്നു. कवि और हताश व्यक्ति साथ साथ चलने लगे. दोनों एक दूसरे को नहीं जानते थे. രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു. कवि उस व्यक्ति को नहीं जानते थे, व्यक्ति कवि को भी नहीं जानता था. लेकिन साथ चलने को जानते थे. लेकिन അവിടെ ഇല്ല, साथ चलने को जानते थे. ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. वे दोनों एक साथ चलने को जानते थे. ഇതാണ് കവിത, ചെറിയ കവിത. പാഠപുസ്തകം മുമ്പിൽ തന്നെ നിൽക്കട്ടെ. കവിതയുടെ ആശയം മനസ്സിലായി കാണുമല്ലോ. വളരെ മഹത്തായ നല്ല സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ ഒരു കവിതയുടെ ആശയം, അർത്ഥം, പ്രമേയം, സന്ദേശം ഇവയാണ് കവിതയുടെ ഭാവപക്ഷം. കവിത കാ ഭാവപക്ഷ്. ആത്മാവ്, മനസ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് തന്നെ. അപ്പോൾ ശരീരമോ എന്നൊരു ചോദ്യം ഉണ്ടാവും. ശില്പപക്ഷ്, ശരീരമാണ് ശില്പപക്ഷി എന്ന് ഓർമ്മിക്കുക. കവിത കാ ശില്പപക്ഷ്. കവിതയുടെ വൃത്തം, അലങ്കാരം, ശൈലി, ബിംബം, പ്രതീകം ഇവയൊക്കെ വരും ശില്പപക്ഷിൽ. നമ്മുടെ ഈ കവിതയുടെ ശില്പപക്ഷമുണ്ടല്ലോ, ഭാവപക്ഷം പോലെ തന്നെ ശില്പപക്ഷവും വളരെ മികവുറ്റതാണെന്ന് ലേഖകൻ നരേശ് സക്സേന സമർത്ഥിക്കുന്നു. അപ്പോൾ എന്താണ് ശില്പപക്ഷമെന്ന് വ്യക്തമാക്കാം. കവികൾ തങ്ങളുടെ ഭാവവിചാരങ്ങൾ പ്രകടിപ്പിക്കാൻ വാക്കുകളെ വളരെ അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ചു വെക്കുന്നുണ്ട്. ഒരു ശില്പി ശില്പമുണ്ടാക്കുന്നത് പോലെ കളിമണ്ണ് കൊണ്ട് ശില്പമുണ്ടാക്കുന്നില്ലേ? കളിമണ്ണ് ശില്പം. അതുപോലെ വാക്കുകളെ കൊണ്ട് കവികൾ ശില്പമുണ്ടാക്കുന്നു. അതാണ് കാവ്യശില്പം. ഇവിടെ കണ്ടില്ലേ, നഹി ജാൻതാ ഥാ, ജാൻതാ ഥാ. ഇവ രണ്ടും ഈ ചെറിയ കവിതയിൽ 3 ഇടങ്ങളിലായി വരുന്നുണ്ട്. നഹി ജാൻതാ ഥാ, ജാൻതാ ഥാ എന്ന് 2 ഇടങ്ങളിലും, നഹി ജാൻതേ ഥേ എന്ന് ഒടുവിലും. ഏതുപോലെ ലോകഗീതയ്ക്ക് സ്ഥായിക്ക് തരൽ, ഒരു നാടോടിപ്പാട്ടിൻ്റെ വായ്ത്താരി പോലെ. ഇത് നമ്മുടെ ലേഖകൻ നരേശ് സക്സേനയുടെ അഭിപ്രായമാണ്. നമുക്ക് ഇതേപ്പറ്റി ഇത്രമാത്രം മതി, ധാരാളം. കാരണം ഈ പാഠത്തിൽ നിന്നും കവിത പർ ടിപ്പണി കൈസേ ലിഖേ, കവിതാക്കി ടിപ്പണി കൈസേ ലിഖേ, കവിതയെക്കുറിച്ച് ടിപ്പണി എങ്ങനെ എഴുതാം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പരീക്ഷയ്ക്ക് കവിതാക്കി ആസ്വാദൻ ടിപ്പണി ലിഖേമെന്ന ചോദ്യം ഇപ്പോൾ 2 വർഷമായി കാണുന്നില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ കൂടുതലായി നമുക്കപ്പോൾ നോക്കാം. ഈ പാഠത്തിൽ നിന്നും 4 സ്കോറിൻ്റെ ചോദ്യങ്ങൾ, അതായത് നമ്മുടെ ഡയറി, പത്ര, വാർത്താലാപ്, പട്കഥ തുടങ്ങിയവയ്ക്ക് സാധ്യതയില്ല. പിന്നെ വെറുതെ വേണമെങ്കിൽ നമ്മുടെ ഇപ്പം നരേശ് സക്സേന की ഡയറി, വിനോദ് കുമാർ ശുക്ല की ഡയറി, ഹതാശ് വ്യക്തി की ഡയറി എന്നൊക്കെ പറഞ്ഞ് എഴുതാം. ഇഷ്ടം പോലെ ഡയറിക്ക് ചാൻസുകൾ ഇനി വരാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ ബീർ ബഹൂട്ടിയിലുണ്ട്. അതുകൊണ്ട് വേണ്ടാത്തതിനും നിൽക്കണ്ട. ഇനി വേണമെങ്കിൽ ലേഖ് വേണേൽ ചോദിക്കാം. ഇപ്പോൾ ജീവൻ മേ മാനവീയ മൂല്യം കാ മഹത്വ, കൂടാതെ പോസ്റ്റർ, അവയവദാൻ കാ മഹത്വ, ഇത്തരം ചോദ്യങ്ങൾ പിന്നും സാധ്യതയുള്ളത്, കുറച്ചും കൂടെ സാധ്യത കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ വെറുതെ വില കൂടിയ സമയം, നെറ്റ്, കണ്ണ്, മനസ്സ് ഇതൊന്നും നഷ്ടപ്പെടുത്താതെ വേണ്ട രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്തണം. ഈ പാഠഭാഗം നമുക്കാവശ്യമുള്ള രീതിയിൽ വളരെ ലളിതമായി കൊടുത്തിട്ടുള്ളത് നോക്കുക. നിങ്ങളുടെ ഫോണിൽ നോക്കുക. हताशा से एक व्यक्ति बैठ गया था. विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी.
നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. വിനോദ് കുമാർ ശുക്ലയുടെ കവിതയ്ക്ക് നരേഷ് സക്സേനയുടെ വ്യാഖ്യാനം. हताशा से एक व्यक्ति बैठ गया था. कविता की टिप्पणी में लेखक नरेश सक्सेना जानना ഒരു കൊട്ടേഷനിൽ കൊടുത്തു കണ്ടില്ലേ, അറിയുക. जानना शब्द की व्याख्या करते हैं. ഇതിന്റെ മലയാള രൂപാന്തരം താഴെയുണ്ട്. നിരാശയുടെ ഒരു വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു എന്ന കവിതയുടെ വ്യാഖ്യാനത്തിൽ അറിയുക എന്ന വാക്കിനെ വ്യാഖ്യാനിക്കുന്നു. कविता में कवि जानने की हमारी जानी पहचानी रूढ़ी को तोड़ देते हैं. ജാനി പെഹിജാനി എന്ന് പറഞ്ഞാൽ ചിരപരിചിതമായ, രൂഢി എന്ന് പറഞ്ഞാൽ രീതി. ഇത്രമാത്രം മനസ്സിലാക്കുക. അറിയുക എന്ന നമ്മുടെ ചിരപരിചിതമായ രീതിയെ തോട് ദേത്തേഹെ തകർക്കുന്നു, ആകെ തകർത്ത് കളയുന്നു. അപ്പോൾ ഒരു ചോദ്യം, ജാന്നെ കി ഹമാരി ജാനി പെഹിജാനി രൂഢി ക്യാ ഹേ? എന്താ ഉത്തരം എഴുതുക? ജാനനെ കി ഹമാരി ജാനി പെഹിജാനി രൂഢി ഏതൊക്കെയാണ് വരാൻ പോകുന്നുണ്ട്? വ്യക്തിക്ക് നാം, വ്യക്തിയുടെ പേര്, ഉമ്ര, പതേ, ഓഹ്ദേ യാ ജാതി സേ ജാന്ന ഹമാരി രൂഢി ഹെ. അപ്പോൾ അർത്ഥം പറയട്ടെ. വ്യക്തിക്ക് നാം, വ്യക്തിയുടെ പേര്, ഉമ്ര വയസ്സ്, പതേ പതാ എന്നാണ് കേട്ടോ. അവിടെ പതേ വരാൻ കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സേ എന്ന വിഭക്തി പ്രത്യയം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പത്ത എന്നർത്ഥം അഡ്രസ്. ഓഹ്ദേ കണ്ട്, ഓഹ്ദാ മതി. ഓഹ്ദേ യ ജാതി സേ ജാന്ന, ഇവയിലൂടെ അറിയുക. ഏതിലൂടെ? പേര്, വയസ്സ്, മേൽവിലാസം, പദവി, പൊസിഷൻ അല്ലെങ്കിൽ ജാതി എന്നിവയിലൂടെ അറിയുക. ഹമാരി രൂഢി ഹേ. പക്ഷേ ലേക്കിൻ വ്യക്തി की हताशा, निराश, असहायता या उसके संकट से जानना चाहिए. ഇതാണ് ഈ കവിതയിലെ വളരെ പ്രധാനപ്പെട്ട വാക്യം. നേരത്തെ പറഞ്ഞു. എന്നാൽ വ്യക്തിയുടെ ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശ തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് മോഹഭംഗം എന്നൊക്കെ പറയാം. നിരാശ, നിസ്സഹായത അല്ലെങ്കിൽ അയാളുടെ പ്രയാസം, ബുദ്ധിമുട്ട് എന്നിവയിലൂടെ അറിയണം. അതായത് വ്യക്തിയുടെ ദുഃഖവും വേദനയൊക്കെ അറിയണം എന്നർത്ഥം. അതാണ് ഹിന്ദി കണ്ടില്ലേ, വ്യക്തിക്ക് ദുഃഖ ഒരു ദർദ് കോ സമഞ്ജനാ ചാഹി. വ്യക്തിയുടെ ദുഃഖവും വേദനയും മനസ്സിലാക്കണം. ഇനി കവിതയിൽ പറയാത്ത കാര്യം നമ്മുടെ ലേഖക് സക്സേനയുടെ ഉദാഹരണമാണ് അടുത്ത പാരഗ്രാഫിൽ കാണുന്നത്. സടക് പർ ഘായൽ പടേ അപരിചിത് വ്യക്തി കോ ഹമാരി മദദ് കി ജരൂരത്ത് ഹൈ. സടക് പർ ഘായൽ പടേ അപരിചിത് വ്യക്തി കോ, റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന അപരിചിതനായ ഒരു വ്യക്തിക്ക് ഹമാരി മദദ് കി ജരൂരത്ത് ഹേ, നമ്മുടെ സഹായം അത്യാവശ്യമാണ്. ഹമാരി മദദ് കി ജരൂരത്ത് ഹേ എന്നതിന് പകരം ഹമാരി സഹായത കി ആവശ്യകത ഹേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മദദ്, സഹായത, ജരൂരത്ത്, ആവശ്യകത. വിപത്തി മേ പടേ ऐसे വ്യക്തി की സഹായത കർണ. ആപത്തിൽപ്പെട്ട ഇങ്ങനെയുള്ള വ്യക്തികളെ സഹായിക്കുക മനുഷ്യ കാ കർത്തവ്യ ഹേ, മനുഷ്യന്റെ കർത്തവ്യമാണ്. അവനാണ് മനുഷ്യൻ. ये कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. ഈ കവിത മനുഷ്യനെ മനുഷ്യനെ പോലെ അറിയാൻ ഓർമ്മപ്പെടുത്തുന്നു. അതായത് മനുഷ്യത്വം തന്നെ. ഇനി നിർത്താൻ പോവുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ശില്പപക്ഷത്തെ പറ്റിയൊക്കെയാണ് പറയുന്നത്. നഹി ജാന്ന और जानना इन दोनों का കവി ബാർ ബാർ പ്രയോഗ करते हैं. അറിയില്ല, അറിയുക, ഇവ രണ്ടും കവി വീണ്ടും വീണ്ടും പ്രയോഗിക്കുന്നുണ്ട്. ഇസ് പ്രകാർ കവിത മേ ഗീതാത്മകത ആ ജാത്തി ഹേ. ഇത്തരത്തിൽ കവിതയിൽ ഗീതാത്മകത വരുന്നു. ഒടുക്കത്തിൽ കൊടുത്ത വാക്യം കണ്ടോ, ഒടുവിൽ കവിതയ്ക്ക് ഭാവപക്ഷ് ഒരു ശില്പപക്ഷ് ഉച്ച് കോടിക്കേ ഹേ. കവിതയുടെ ഭാവപക്ഷവും ശില്പപക്ഷവും ഉന്നത നിലവാരത്തിലുള്ളവയാണ്. ഇനി ഒരു സ്കോറിന്റെ ചോദ്യങ്ങൾ നോക്കാം. ഹമേം കിസി വ്യക്തി കോ കിസ് സേ ജാൻനാ ചാഹിയേ. ബ്രേക്കറ്റിൽ കൊടുത്തു നാം സെ, ജാതി സെ, ഓഹ്ദേ സെ, ഹതാശ സെ. എല്ലാവർക്കും ഉത്തരം അറിയാം. ഏത് ഇവിടെ നമ്മൾ അറിയണം? ഹതാശ സെ. 2. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. കവി വ്യക്തി കോ ജാൻതാ ഥാ. വ്യക്തി കവി കോ ജാൻതാ ഥാ. കവി വ്യക്തി की हताशा को जानता था. വ്യക്തി കവി की हताशा को जानता था. വളരെ എളുപ്പമാണ്. കവി വ്യക്തി की हताशा को जानता था. ഉത്തരം താഴെ കൊടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക.
നിരാശ എന്നതിൻ്റെ സമാന അർത്ഥമുള്ള ശബ്ദ് ഗദ്യാംശത്തെ ചുൻകർ ലിഖിക്കുന്ന ഗദ്യാംശത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതണം. ഹതാശ. ഉത്തരം. ഹം ദോനോ സാത്ത് സാത്ത് ചലേ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നു. കോൻ കോൻ സാത്ത് സാത്ത് ചലേ. ആരെല്ലാം നടന്നത് ഒരുമിച്ച്. കവി ഒരു നരേഷ് സക്സേന. കവി ഒരു ഹതാശ് വ്യക്തി. നരേഷ് സക്സേന ഒരു ഹതാശ് വ്യക്തി. ഹതാശ് വ്യക്തി ഒരു ബേട്ട. ഇങ്ങനെ 4 കൊടുത്തു. കവിത ഒരിക്കൽ കേട്ട ആൾക്കറിയാം. ഉത്തരം രണ്ടാമത് കൊടുത്ത കവി ഒരു ഹതാശ് വ്യക്തി. ഒരു ചോദ്യം കൂടെ ഇതാ കാണുന്നു. 2 ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ജാന്നേക്ക് അസലി ആധാർ ക്യാ ഹേ. ഇതേ ഉത്തരം വരുന്നൊരു ചോദ്യം നേരത്തെ കൊടുത്തു. കണ്ടില്ല, ചോദ്യം ഈ തരത്തിൽ ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണം. നാം സേ ജാന്ന, ജാതി സേ ജാന്ന, ഹതാശ സേ ജാന്ന, പത്തേ സേ ജാന്ന. ഉത്തരം ഹതാശ സേ ജാന്ന. ഇനി ഒരു ചോദ്യം കൂടെ കാണാം. കിസ്കോ ഹമാരി മദത് കി ജരൂരത്ത് ഹേ. അത് ബ്രേക്കറ്റ് കൊടുത്തിട്ടില്ല. അത് മാത്രമേ അല്പം നീളമുള്ള ഉത്തരമുള്ളൂ. ആർക്കാണ് നമ്മുടെ സഹായത്തിൻ്റെ ആവശ്യമുള്ളത്? വിപത്തിമേ പടേ വ്യക്തി, അതായത് ഘായൽപ്പെടേ വ്യക്തി. കോ വ്യക്തിക്ക് ഹമാരി മദത് കി ജരൂരത്ത് ഹേ. ഇതാണ് ഉത്തരം. ഈ ഉത്തരത്തിൽ ഒരു 3 ഇടങ്ങളിൽ കാണുന്ന ഹതാശ എന്ന വാക്ക് തന്നെയാണ്. ഒന്നാമത്തതും മൂന്നാമത്തതും പിന്നെ ഏതാണ് 5ാമത്തതും. ഹതാശ എന്നാണ് നിരാശ. ഈ പാഠത്തിൻ്റെ 2ാം ഭാഗം, അതായത് അവസാന ഭാഗം, അടുത്ത എപ്പിസോഡിൽ